ഇന്ന് നമുക്ക് നവ്യ നായരും സൗബിൻ ഷാഹിറും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള പാതിരാത്രി എന്ന മലയാളം സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ തോട്ടത്തിൽ നിന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മൂന്ന് ചെറുപ്പക്കാരെ കാണിക്കുന്നു. അതിൽ റോബി എന്ന പയ്യനെ കാണുന്നില്ല. റോബിയാണെങ്കിലോ കിളി പോയ അവസ്ഥയിൽ മാറി നിൽക്കുകയാണ്. റോബി അവിടെ ആരെയോ കാണുന്നുണ്ട്. റോബിയെ തിരികെ എത്തിയ കൂട്ടുകാരനോട് അവൻ ചോദിക്കുന്നുണ്ട്, ദേ അവിടെ നോക്കിയേ, അവിടെ നിങ്ങൾ ആരെങ്കിലും കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരും തന്നെ ആ പരിസരത്ത് ഒരു മനുഷ്യനെയും കാണുന്നതേയില്ല. പക്ഷെ റോബിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കേട്ടതും കൂട്ടുകാർക്കൊക്കെ പേടിയായി. കൂട്ടുകാർക്ക് എന്തൊക്കെയോ വശപ്പിശൊക്കെ തോന്നി റോബിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് എത്തിക്കുകയാണ് SI ആയ ജാൻസി. ഈ ജാൻസി ഇപ്പോൾ നല്ല അഭിമാനത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. കാരണം എന്തെന്നാൽ രാവിലെ തന്നെ ഒരു കള്ളനെ അതിസാഹസികമായി ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് ജാൻസി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ പോലീസുകാരും അവളെ അഭിനന്ദിക്കുന്നുമുണ്ട്. ജാൻസി എത്ര തന്നെ ധൈര്യവതിയായിട്ടുള്ള പോലീസുകാരിയാണെന്ന് പറഞ്ഞാലും അവൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാവം പെണ്ണാണ്. അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. പ്രശ്നം എന്തെന്നാൽ ജാൻസിയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും അവർക്ക് കുട്ടികളൊന്നുമില്ല. മാത്രമല്ല ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. എന്നാൽ ജാൻസിയുടെ ഹസ്ബൻഡായ ഫിലിപ്പിന് ഇപ്പോൾ ആ ഒരു വിവാഹബന്ധമൊക്കെ ഉപേക്ഷിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ജാൻസിയുടെ ഹസ്ബൻഡായ ഫിലിപ്പിൻ ഇപ്പോൾ വിവാഹം എന്നുള്ള ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കണം, സ്പിരിച്വൽ ആയിട്ടുള്ള പാത്തിലൂടെ തന്നെ സഞ്ചരിക്കണമെന്നാണ് ആഗ്രഹം. ആ ഒരു കാര്യം ജാൻസിയോട് പറയുന്നുമുണ്ട്. പക്ഷേ ജാൻസിക്കാണെങ്കിലോ അതൊരു വലിയ വേദനയാണ് സമ്മാനിക്കുന്നതും. ജാൻസി വർക്ക് ചെയ്യുന്ന അതേ സ്റ്റേഷനിൽ തന്നെ കോൺസ്റ്റബിൾ ആണ് ഹരീഷ്. ഹരീഷ് ആണെങ്കിലോ മിക്ക സമയത്തും സ്റ്റേഷനിൽ കാണാതെ കോടതി പരിസരത്താണുള്ളതും. കാരണം ഹരീഷ് ഡിവോഴ്സ് ആകുവാനായി നിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കേസ് നടക്കുന്നു. ഹരീഷ് ആണെങ്കിൽ ചെറുതായിട്ടൊരു സ്ത്രീ വിരോധിയാ. ഹരീഷിന് ഭാര്യയുമായി വേർപിരിയുന്നതിൽ അത്ര വിഷമമൊന്നുമില്ല. പക്ഷേ ഭാര്യയാണെങ്കിലോ മകളെ കാണാൻ അനുവദിക്കുന്നതേയില്ല. മകളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കോടതി കയറി ഇറങ്ങി നടക്കുന്നതും. ഭാര്യയുടെ ആ ഒരു പിടിവാശി കൊണ്ടാണ് ഹരീഷിന് ഭാര്യയോടും ബാക്കിയുള്ള സ്ത്രീകളോടുമൊക്കെ ഹരീഷിന് വല്ലാത്ത ദേഷ്യവും. എല്ലാവരെയും ആ ഒരു കണ്ണിലൂടെയാണ് ഹരീഷ് നോക്കി കാണുന്നതും. അങ്ങനെ ഇരിക്കെ സ്റ്റേഷനിലെത്തുന്ന ജാൻസിയോട് അന്നേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കൂടി എടുക്കണമെന്ന് CI പറയുന്നു. ജാൻസി മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുകയും ചെയ്യും. അന്നേ ദിവസം ജാൻസിക്കൊപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് കൂടെ പോകുന്നത് ഹരീഷായിരുന്നു. അവർ നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന സമയത്തായിരുന്നു ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലായിട്ട് ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അവർ കാണുന്നതും. അവർക്ക് എന്തോ വശപ്പിശക് തോന്നുന്നു. ആ കാറിനുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു. വശപിശക് തോന്നിയ ഹരീഷാണെങ്കിൽ അതിലെന്താണ് നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കാറിന്റെ പരിസരത്തേക്ക് ചെല്ലും. ജാൻസിയും ഹരീഷും വരുന്നത് കണ്ട് കാറിൽ നിന്നും ഒരു പുരുഷൻ ഇറങ്ങി ഓടുന്നു. അയാൾക്ക് പിന്നാലെ ജാൻസി ഓടും. എന്നാൽ കാറിനടുത്തേക്ക് ഹരീഷ് ചെല്ലുമ്പോഴോ കാർ സ്പീഡിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ജാൻസി അയാളെ ഓടിച്ചു പോവുകയാണല്ലോ. എന്നാൽ അയാളാണെങ്കിൽ ആ റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ജാൻസി അയാളെ രക്ഷിക്കുവാനായിട്ട് പിന്നാലെ അതിലേക്ക് ഇറങ്ങുവാനായി ശ്രമിക്കുമെങ്കിലും ഹരീഷ് ജാൻസിയെ തടയും. മാഡം, ഇത് കുളമൊന്നുമല്ല, ഇതൊരു ചതുപ്പ് നിലമാ. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും ഹരീഷ് പറയും. അയാളെ രക്ഷിക്കണ്ടേ എന്ന് ജാൻസി ചോദിക്കുമ്പോൾ ഇതിനധികം ആഴമൊന്നുമില്ല, അയാൾ അങ്ങ് കയറിപ്പോകും. മാഡം വാ, നമുക്ക് ഇവിടെ നിന്ന് സമയം കളയണ്ട എന്നും ജാൻസിയോട് ഹരീഷ് പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു അടുത്ത തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് CI അവർ രണ്ടുപേരെയും വിളിക്കുന്നത്. എത്രയും വേഗം തീപിടുത്തമുണ്ടായ സ്ഥലത്തിലേക്ക് പോകുവാനായിട്ടും ജാൻസിയോടും ഹരീഷിനോടും CI പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ജാൻസിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഹരീഷ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ജാൻസിയുടെ മനസ്സിൽ നിന്നും അയാൾ ആ ചതുപ്പിലേക്ക് എടുത്ത് ചാടുന്നത് പോകുന്നതേയില്ല. അയാൾ അങ്ങനും ചത്തുപോയാലോ എന്നാണ് ജാൻസിയുടെ പേടി. എന്നാൽ ഹരീഷ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല മാഡം, അതിൽ നിന്നും അയാൾ എപ്പോഴേ രക്ഷപ്പെട്ടു പോയി കാണും. അതിന് വലിയ ആഴമൊന്നുമില്ല. മാത്രമല്ല ആ കാറിലുണ്ടായിരുന്നത് ഏതോ സ്ത്രീയാ. അവിടെ എന്തോ വേറെ പരിപാടിയായിരുന്നുവെന്നും ഹരീഷ് ആണെങ്കിൽ ജാൻസിയോട് പറയുന്നുണ്ട്. പക്ഷേ ജാൻസിക്കാണെങ്കിൽ അടുത്ത ദിവസമായിട്ടും വല്ലാത്ത ടെൻഷൻ. അടുത്ത ദിവസം ആ ഒരു റബ്ബർ തോട്ടത്തിന്റെ പരിസരത്ത് കൂടി പാസ് ചെയ്തു പോകുന്ന ജാൻസിയും ഹരീഷും അവിടെ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ച കുറെ ആളുകളും JCBയും എല്ലാം വന്നു നിന്ന് ആ ഒരു ചതുപ്പ് നിലം മണ്ണിട്ട് മൂടുന്നതാണ് കാണുന്നത്. ജാൻസിക്കാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുന്നു. ഇവിടെ നിന്നും ഒരു ഡെഡ് ബോഡി എങ്ങാനും എന്തെങ്കിലും കണ്ടെത്തിയാൽ നമ്മൾ കുടുങ്ങുമെന്നാണ് ജാൻസി ഹരീഷിനോട് പറയുന്നത്. പക്ഷെ ഹരീഷ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നമ്മൾ എങ്ങനെ കുടുങ്ങാനാ എന്നാണ് ജാൻസിയോട് ഹരീഷ് ചോദിക്കുന്നത്.
അങ്ങനെ ഇരിക്കെ 2 ദിവസം കഴിഞ്ഞതും യാസ്മിൻ എന്നൊരു പെൺകുട്ടി തന്റെ ഭർത്താവായ അൻസർ അലിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. അൻസർ അലി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ അൻസർ അലിയെ എത്രയും വേഗം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് യാസ്മിനെ സമാധാനിപ്പിച്ച് CI അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അൻസർ അലിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ അടുത്ത ദിവസം ആ ഒരു ചതുപ്പ് നിലം മണ്ണിട്ട് മൂടുകയാണെന്ന് പറഞ്ഞില്ലേ, അവിടെ മാകെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചതുപ്പ് നിലത്തിൽ നിന്നും ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. അത് മറ്റാരുടേതുമല്ല, അൻസർ അലിയുടേതായിരുന്നു. വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തേക്ക് ജാൻസിയും ഹരീഷും എത്തുന്നുണ്ട്. പേടി കാരണം എനിക്ക് നിൽക്കാൻ വയ്യ, എന്റെ കൈയും കാലും വിറയ്ക്കുന്നു എന്ന് ജാൻസി ഹരീഷിനോട് പറയും. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം അവിടെ വന്ന സമയമായിരുന്നു. മേഡം ഇങ്ങനെ പേടിച്ച് ആവശ്യമില്ലാത്ത പണിയൊന്നും ഒപ്പിച്ചു വെക്കരുതെന്നും ഹരീഷ് ജാൻസിയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ആ ഒരു കേസ് അന്വേഷിക്കുവാനായി എത്തുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ ആയിരുന്നു. ഈ സുരേഷ് ജാൻസിയും ഹരീഷിനെയും ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ചിരിക്കുകയാണ്. അതിനു പിന്നിലൊരു കാരണമുണ്ട്. എന്തെന്നാൽ അൻസർ അലിയെ കാണാനില്ല എന്ന് പറഞ്ഞ അതേ ദിവസം നൈറ്റ് പെട്രോളിങ്ങിനുണ്ടായിരുന്നത് ജാൻസിയും ഹരീഷുമായിരുന്നു. മാത്രവുമല്ല, അൻസർ അലിയുടെ ടവർ ലൊക്കേഷൻ എടുത്ത് നോക്കിയ സമയത്ത് അതേ ടവർ ലൊക്കേഷനിൽ തന്നെയായിരുന്നു അന്നേ ദിവസം ജാൻസിയും ഹരീഷും ഉണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടുപേരും അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഹരീഷിനോടും ജാൻസിയോടും സുരേഷ് കുമാർ ചോദിക്കുന്നു. എന്നാൽ ഹരീഷ് പറയുന്നത്, ഞങ്ങൾ അതുവഴി നൈറ്റ് പെട്രോളിങ്ങിന് പോയിരുന്നു. ആ സമയം വണ്ടിക്ക് ചെറിയ പ്രശ്നം വന്നു, അങ്ങനെ അവിടെ നിർത്തി. അല്ലാതെ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല എന്നും ഹരീഷ് പറയും. പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരീഷ് തന്നെയായിരുന്നു. അത് കാരണം സുരേഷിന് വല്ലാത്ത ഡൗട്ട് വരും. മാത്രവുമല്ല, ജാൻസി ആണെങ്കിൽ വല്ലാതിരുന്ന് വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ജാൻസി പുറത്തു പോയതിനു ശേഷം ഹരീഷിനോടായിരുന്നു സുരേഷിന്റെ ചോദ്യങ്ങളെല്ലാം. അല്ല, അന്നേ ദിവസം പാതിരാത്രി നൈറ്റ് പെട്രോളിങ്ങിന് പോയിട്ടുള്ള മാഡവും കോൺസ്റ്റബിളും അന്നേ ദിവസം ആ രാത്രി റബ്ബർ ഗാർഡിനുള്ളിൽ വെച്ച് എന്തായിരുന്നു പരിപാടിയെന്ന് വല്ലാത്ത രീതിയിലായിരുന്നു സുരേഷിന്റെ ചോദ്യവും. അത് കേട്ട് ഹരീഷിന് വല്ലാതെ ദേഷ്യം വരും. ഹരീഷ് ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യം തുറന്നു പറയുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സാറേ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല, സാറിന്റെ മകളായ അഞ്ജലിയോട് പോയി ചോദ്യര്. ആ രാത്രി കാറിനുള്ളിൽ വെച്ച് അൻസർ അലിയുമായിട്ട് എന്തായിരുന്നു പരിപാടിയെന്ന്. അത് കേട്ടതും സുരേഷ് അങ്ങ് ഞെട്ടിപ്പോകുന്നു. അൻസർ അലിയുടെ കൂടെ അന്ന് കാറിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. അത് മറ്റാരുമല്ല, DYSP സുരേഷ് കുമാറിന്റെ മകളായിട്ടുള്ള അഞ്ജലിയായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു അന്നേ ദിവസം കാറിൽ ഒരുമിച്ചിരുന്നതും. ഇത് അന്ന് തന്നെ ഹരീഷ് കണ്ടിരുന്നു. അതേസമയം തന്നെയായിരുന്നു ജാൻസിക്ക് തന്റെ ഹസ്ബൻഡായ ഫിലിക്സിൽ നിന്നും കോള് വരുന്നത്. ഞാൻ ദാമ്പത്യ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലൂടെ ഞാൻ പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. അതോടുകൂടി ജാൻസിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവൾ ആകെ മനസ്സ് തകർന്നിരിക്കുകയാണ്. എന്നാൽ DYSP ആണെങ്കിലോ തന്റെ മകളാണ് അൻസർ അലിക്കൊപ്പം ഉണ്ടായിരുന്നതെന്ന് ഹരീഷ് കണ്ടതോടുകൂടി ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഹരീഷിന്റെയും ജാൻസിയുടെയും തലയിൽ വെച്ച് കെട്ടി അതിൽ നിന്നും തന്റെ മകളെ സേഫ് ആക്കണമെന്ന് ചിന്തിക്കും. മകളോടുമെന്ന് DYSP ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അൻസറുമായിട്ട് ഇനിയൊരു കമ്പനിയും വേണ്ട എന്ന്. എന്നിട്ട് നീ വീണ്ടും അവനെ എന്തിനാ കാണാൻ പോയത്? നീ ഒരു കേസിൽ കുടുങ്ങും. അതിനു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാനായിട്ടും മകളോട് പറയുന്നുണ്ട്. പക്ഷേ അഞ്ജലിയാണെങ്കിലോ ഒന്നും മിണ്ടാതെ കയറി പോവുകയാണ് ചെയ്തതും. അവളും മനസ്സ് തകർന്ന അവസ്ഥയിലിരിക്കുകയാണ്. കാരണം അൻസർ മരിച്ചു എന്നുള്ള കാര്യം അഞ്ജലിയും അറിഞ്ഞിട്ടുണ്ടല്ലോ. അൻസർ അലിയുടെ മരണത്തിന് പിന്നിൽ SI ആയ ജാൻസിയും കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഹരീഷുമാണെന്ന രീതിയിൽ DYSP കേസ് വഴിതിരിച്ചു വിടുന്നു. അതുമൂലം അവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതും. അതോടുകൂടി ഈ ഒരു കാര്യം ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള റഷീദ് അറിയും. റഷീദിനാണെങ്കിൽ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം. ഒരിക്കലും ഇവർ അങ്ങനെ ചെയ്യില്ല എന്നും റഷീദിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജാൻസിയും ഹരീഷിനെയും കാണുന്നതിന് വേണ്ടിയിട്ട് റഷീദ് എത്തുന്നു. അന്നേ ദിവസം അൻസറിലേക്കൊപ്പം കാറിലുണ്ടായിരുന്നത് DYSPയുടെ മകളായിട്ടുള്ള അഞ്ജലിയാണെന്നുള്ള കാര്യവും ഹരീഷ് ആണെങ്കിലോ റഷീദിനോട് തുറന്നു പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്തായാലും DYSP തന്റെ മകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ കൊടുക്കും. അതിനു മുൻപായിട്ട് സസ്പെൻഷനിലായാലും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. നിങ്ങൾ ഈ കേസ് അന്വേഷിക്കണമെന്നും റഷീദ് പറയുന്നു. റഷീദ് പറഞ്ഞതനുസരിച്ച് ഹരീഷും ജാൻസിയും ചേർന്ന് കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കും. എന്നാൽ ഫിലിക്സ് സ്വന്തം ഇഷ്ടത്തിന് ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കത്തും എഴുതി വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതോടുകൂടി ജാൻസി ആകെ തകർന്നു പോകും. ജാൻസി ആദ്യം തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ളത് കൊണ്ട് ആദ്യം എത്തുന്നത് അഞ്ജലിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ATM-ൽ വെച്ച് അഞ്ജലിയെ കാണും. അഞ്ജലിയോട് അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഞങ്ങൾക്കറിയില്ല ആരാണ് അൻസർ അലിയെ കൊന്നതെന്ന്. പ്ലീസ്
എല്ലാ സത്യങ്ങളും തുറന്നു പറയണം, ഞങ്ങളോട് സഹകരിക്കണം, നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ എത്ര തന്നെ ജാൻസി കെഞ്ചിയിട്ടും അഞ്ജലിയാണെങ്കിലോ ഇനി എന്റെ പിന്നാലെ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അഞ്ജലി ഒട്ടും തന്നെ സഹകരിക്കുന്നതേയില്ല. എത്ര തന്നെ ഹരീഷും ജാൻസിയും അന്വേഷിക്കുവാനായി നോക്കിയിട്ടും അവർക്കാണെങ്കിൽ ഒരു തെളിവും കിട്ടുന്നതേയില്ല. പക്ഷേ മറ്റൊരു വശത്ത് ഹരീഷിനും ജാൻസിക്കും എതിരായിട്ട് സുരേഷ് കുമാർ ആണെങ്കിലോ ഒരുപാട് തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഈ അൻസർ അലി ഒരു ജേർണലിസ്റ്റും റിപ്പോർട്ടറുമായിരുന്നു. അൻസർ അലി ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ടോപ്പിക് എന്തെന്നാൽ നാട്ടിലുള്ള വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്ന അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്ററി ആയിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഫിലിക്സ് ആണെങ്കിലോ ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലിക്സിനെതിരായിട്ടുള്ള ഒരുപാട് തെളിവുകൾ അൻസർ അലി കണ്ടെത്തിയിരുന്നുവെന്നും അത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഫിലിക്സിനെ അൻസർ അലി ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജാൻസി ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിലാണ് സുരേഷ് കുമാർ ആണെങ്കിൽ ആ കേസ് വഴിതിരിച്ചു വിടുന്നതും. കേസ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ജാൻസിക്ക് വല്ലാത്ത ടെൻഷനാകും. ന്യൂസിലൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു തുടങ്ങി. തന്നെ മനഃപൂർവ്വം കൊടുക്കുവാനായിട്ടാണ് സുരേഷ് ശ്രമിക്കുന്നതെന്നും ജാൻസിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. മാത്രവുമല്ല, ജാൻസിയുടെ വീട്ടിലേക്ക് സെർച്ചിങ്ങിനായി എത്തിയ പോലീസ് ആണെങ്കിൽ അവിടെ നിന്നും ഫെലിക്സിന്റെ ഫോണും അവൻ എഴുതിയ ലെറ്ററും ഒക്കെ കണ്ടെത്തി കൊണ്ടുപോകുന്നുണ്ട്. ഫെലിക്സ് നാടുവിട്ടു പോയ കാര്യം മനഃപൂർവ്വമാണ് ജാൻസി പറയാത്തതെന്നും തന്റെ ഭർത്താവിനെ ഒളിപ്പിക്കുവാനായിട്ട് ജാൻസി ശ്രമിക്കുന്നുവെന്നുമൊക്കെ സുരേഷ് കുമാർ വരുത്തി തീർത്തു. ജാൻസിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. അവസാനം ജാൻസി ആണെങ്കിലോ നേരെ പോകുന്നത് ഈ അൻസർ അലി വർക്ക് ചെയ്തിരുന്ന ഓഫീസിലേക്കാണ്. അവിടെ എത്തി അൻസർ അലിയെ കുറിച്ച് അന്വേഷിക്കും. മാത്രവുമല്ല, അഞ്ജലിയുമായിട്ട് അൻസർ അലിക്ക് എന്താണ് റിലേഷൻ എന്നും അന്നേ ദിവസം അൻസർ അലിക്ക് ഇപ്പം കാറിലുണ്ടായിരുന്നത് അഞ്ജലിയാണെന്നുള്ള കാര്യവും അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നു. ആ സ്റ്റാഫ് യഥാർത്ഥത്തിൽ അഞ്ജലിയുടെയും ഈ അൻസർ അലിയുടെയും കൂട്ടുകാരിയായിരുന്നു. ഇവർ രണ്ടുപേരും പഠിക്കുന്ന സമയത്ത് റിലേഷനിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂട്ടുകാരി പറയും. പക്ഷേ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നും കൂട്ടുകാരി പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് അഞ്ജലിയോട് ചോദിക്കാനായിട്ടാണ് കൂട്ടുകാരി പറയുന്നതും. വേറൊരു കാര്യവും കൂട്ടുകാരിയിൽ നിന്ന് അറിയില്ല എന്ന് കഴിഞ്ഞതോടുകൂടി അവിടെ നിന്നും ജാൻസിയും ഹരീഷും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ അതേ ഓഫീസിലേക്ക് തന്നെ എത്തിയ അഞ്ജലിയോട് കൂട്ടുകാരി പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് അന്വേഷിച്ച് ആ ജാൻസിയും ഹരീഷും എത്തിയിട്ടുണ്ട്. അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കേട്ടിട്ട് അവരെന്തോ പെട്ടുപോയതെന്നാ തോന്നുന്നത്. നിന്റെ അച്ഛൻ അവർക്കിട്ട് പണി കൊടുക്കുന്നതാ. അവരെന്തോ പാവമാണെന്ന് എനിക്ക് തോന്നുന്നതെന്നും കൂട്ടുകാരി പറയുന്നു. അത് കേട്ടതും അഞ്ജലിയുടെ മനസ്സലിഞ്ഞു. മാത്രവുമല്ല, ഈ സുരേഷ് കുമാർ ആണെങ്കിലോ അൻസർ അലി വെറും മോശപ്പെട്ട ആളാണെന്നും അയാൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിരുന്നുവെന്നും എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് അറിയിക്കുന്നതുമൊക്കെ അഞ്ജലി കേൾക്കുന്നുണ്ട്. തന്റെ അച്ഛൻ അൻസർ അലിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നത് അഞ്ജലിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഹരീഷിനെയും ജാൻസിയെയും കാണുവാനായിട്ട് അഞ്ജലി എത്തുന്നുണ്ട്. അഞ്ജലി എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയും. ജാൻസിയോട് അഞ്ജലി പറയുന്നത്, ഇനിയും ഞാൻ കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നത് എന്റെ അൻസാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നും പറഞ്ഞ് അവൾ കുറെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഞാനും അൻസാറും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രണയിച്ചിരുന്നു. വിവാഹം കഴിക്കുവാനായിട്ടും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചിരുന്ന കാര്യം അച്ഛൻ അറിഞ്ഞു. അച്ഛന്റെ എതിർപ്പ് കാരണമാണ് എനിക്ക് അൻസാറിനെ വിവാഹം കഴിക്കാൻ കഴിയാതായി പോയത്. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് യാദൃശ്ചികമായി ഞാൻ അൻസാറിനെ കണ്ടുമുട്ടി. അന്നവൻ വിവാഹമൊക്കെ കഴിഞ്ഞ് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്. ആ സമയം മുതൽ പഴയ പ്രണയം ഞങ്ങളുടെ മനസ്സിൽ നിന്നും വീണ്ടും ഉണർന്നു. വീണ്ടും പല സ്ഥലങ്ങളിൽ വെച്ചും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കാണാനിടയുണ്ടായി. തെറ്റാണെന്നറിയാം, പക്ഷേ എന്നാലും ഞങ്ങളുടെ മനസ്സിന് ഞങ്ങളെ പിടിച്ചു നിർത്താനായില്ല. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പ്രണയിക്കാനായി ആരംഭിച്ചു. എനിക്ക് അൻസറിനെയും അൻസറിന് എന്നെയും പിരിയാൻ വയ്യാത്ത വിധം ഞങ്ങൾ അടുത്തിരുന്നു. ഈ ഒരു കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞു. അച്ഛന്റെ ആളുകൾ ഒരു ദിവസം രാത്രി അൻസാറിനെ കടത്തിക്കൊണ്ടുപോയി അവനെ ഒരുപാട് തല്ലിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയതും. ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കത് സഹിക്കാനായില്ല. എനിക്ക് അന്ന് രാത്രി തന്നെ അൻസാറിനെ കാണണമെന്നായി. ഞാൻ വാശി പിടിച്ചു. എന്നെ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടാ അന്ന് അൻസർ വന്നത്. അന്നേ ദിവസം അൻസറിനൊപ്പം കാറിലുണ്ടായിരുന്നത് ഞാൻ തന്നെയാ. എന്റെ കാറിലായിരുന്നു അന്ന് അൻസാർ ഇരുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിങ്ങളുടെ ജീപ്പ് അതുവഴി പോയതും. അച്ഛന്റെ ആളുകളായിരിക്കുമെന്ന് കരുതി പേടിച്ചിട്ടാണ് അൻസർ കാറിൽ നിന്നും ഇറങ്ങി ഓടിയതും ഞാൻ കാറെടുത്ത് അവിടെ നിന്ന് പോയതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് അഞ്ജലി തുറന്നു പറയുന്നതും. അങ്ങനെ ജാൻസിയും ഹരീഷും ഹെഡ് കോൺസ്റ്റബിളും ചേർന്ന് അഞ്ജലിയും കൂട്ടി എസ് പിക്ക് അടുത്തേക്ക് പോയി. എല്ലാ കാര്യങ്ങളും എസ് പിയോട് തുറന്നു പറയുന്നു. എന്നിട്ട് ജാൻസി പറയുന്നുണ്ട്, അന്നേ ദിവസം ഞങ്ങളെ വെട്ടിച്ചോടിയ അൻസർ അലി നേരെ വന്ന് വീണത് ചതുപ്പിലേക്കായിരുന്നല്ലോ.
ഞങ്ങൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ചതുപ്പിൽ നിന്നും രക്ഷപ്പെട്ട് കയറുവാനായിട്ട് അൻസർ ശ്രമിച്ചിരുന്നു. ചതുപ്പിൽ നിന്നും രക്ഷപ്പെട്ട് കയറി വന്ന അൻസർ അലിയെ കാത്ത് ഡിവൈഎസ്പി സുരേഷ് കുമാർ ഉണ്ടായിരുന്നു. ഡിവൈഎസ്പി അൻസർ അലിയെ കൊന്ന് വീണ്ടും ആ ചതുപ്പിൽ തന്നെ താത്തിയതാകാമെന്നും ജാൻസി പറയുന്നു. ഇതിനെല്ലാത്തിനും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകൂവെന്നും SP പറയുന്നു. SP പറയുന്നത് കേട്ട് അഞ്ജലി ഒരു കാര്യം കൂടി പറയുന്നു. അച്ഛൻ ഇത് മാത്രമല്ല, ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യവും അഞ്ജലി പറയുന്നു. അഞ്ജലി പറഞ്ഞത് സത്യമാണെന്ന് തെളിയുന്ന വിധം ജാൻസിയും കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പണ്ട് സുരേഷ് കുമാറിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സഹദേവൻ എന്നൊരാളുണ്ടായിരുന്നു. സഹദേവൻ ജോലിയിൽ നിന്നും രാജിവെച്ചു പോയി. ആ സഹദേവനെ ഞങ്ങൾ പോയി കാണുകയുണ്ടായി. കാണുവാനായിട്ടൊരു കാരണമുണ്ട്. എന്തെന്നാൽ അൻസർ അലി മരിക്കുന്നതിന് 1 മാസം മുൻപ് തന്നെ സഹദേവനെ പോയി കാണുകയും സുരേഷ് കുമാറിനെ കുറിച്ച് സഹദേവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. അതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങളോട് സഹദേവൻ തുറന്നു പറഞ്ഞു. എന്തെന്നാൽ 2014 കാലഘട്ടം സുരേഷ് കുമാർ നിലമ്പൂരില് CI ആയിട്ട് ജോലി ചെയ്യുന്ന സമയം. അന്നേരം സ്റ്റേഷനിലേക്ക് ഒരു തയ്യൽ കടക്കാരൻ വന്നു. തന്റെ മകളെ ആ നാട്ടിലുള്ളൊരു പ്രമാണി റേപ്പ് ചെയ്തുവെന്ന് കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ സുരേഷ് കുമാർ നാട്ടിലെ പ്രമാണിക്ക് വേണ്ടിയിട്ട് നിന്നു. പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തത് അവളുടെ അച്ഛനാണെന്നും സുരേഷ് കുമാർ വരുത്തി തീർത്തു. എന്നിട്ട് അയാളുടെ മേൽ കേസെടുക്കുകയാണ് ചെയ്തതും. അതോടുകൂടി തയ്യൽ കടക്കാരൻ സമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്തപ്പെട്ടു. അയാളുടെ മനസ്സേ തകർന്നു പോയി. പുറത്തിറങ്ങാനാകാത്ത വിധം ആ ഒരു കുടുംബം മുഴുവൻ വീടിനുള്ളിൽ തന്നെ തളയ്ക്കപ്പെട്ടു. എന്നാലും അവരെ വെറുതെ വിടുവാനായിട്ട് സുരേഷ് കുമാർ തയ്യാറായില്ല. വീണ്ടും സത്യങ്ങൾ പുറത്തു വരുമോ എന്ന പേടി കാരണം സുരേഷ് കുമാർ ഒരു ദിവസം രാത്രി സഹദേവനെയും കുറച്ച് ആളുകളെയും കൂട്ടി ആ ഒരു തയ്യൽ കടക്കാരന്റെ വീടിന്റെ പരിസരത്തേക്ക് ചെന്നു. എന്നിട്ട് സഹദേവനോട് വണ്ടിയിൽ തന്നെ ഇരിക്കുവാനായി പറഞ്ഞിട്ട് സുരേഷ് കുമാർ തന്റെ കൂടെ വന്ന 2-3 പേരെയും കൂട്ടി നേരെ പോകുന്നത് തയ്യൽ കടക്കാരന്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് താൻ കാണുന്നതോ ആ ഒരു വീട് ആളിക്കത്തുന്നതാണ്. സുരേഷ് കുമാർ ആ ഒരു വീടിന് തീയിട്ടു. തയ്യൽ കടക്കാരനും അയാളുടെ 2 മക്കളും ഭാര്യയും ഉൾപ്പെടെ 4 പേരാണ് അടുത്ത ദിവസം കത്തിക്കരിഞ്ഞവിടെ കിടന്നതും. ആകെ കരിയാതിരുന്നത് ആ ഒരു കുഞ്ഞിന്റെ കളിപ്പാട്ടമായ പാപം മാത്രമായിരുന്നുവെന്നും നിറ കണ്ണുകളോടെ സഹദേവൻ പറഞ്ഞു. ഈ ഒരു കാര്യങ്ങളെല്ലാം അന്നേ ദിവസം അൻസർ അലി ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ജാൻസി SP യോട് പറഞ്ഞു. അടുത്ത ദിവസം സഹദേവനെയും SP-ക്ക് മുന്നിൽ ഹാജരാക്കി. സഹദേവൻ നടന്ന കാര്യങ്ങളെല്ലാം SP-യോട് തുറന്നു പറയുന്നുമുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ന്യൂസിലാകെ വരുന്നത് DYSP ആയ സുരേഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു. നിലമ്പൂരിൽ നടന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ചും അത് വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുവാനായി പോലീസുകാർ ഉത്തരവിട്ട കാര്യവും മാത്രവുമല്ല, സുരേഷ് കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അൻസർ അലി കിട്ടിയത് കൊണ്ടാണ് അൻസർ അലിയെ കൊന്നുകളഞ്ഞതെന്നും അൻസർ അലിയുടെ കൊലപാതകത്തിന് പിന്നിൽ സുരേഷ് കുമാർ ആണെന്നുമൊക്കെയാണ് വാർത്ത പ്രചരിച്ചതും. അതോടുകൂടി സുരേഷ് കുമാറിന് പണി കിട്ടിയ അവസ്ഥയാണ്. സുരേഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തയെല്ലാം ന്യൂസിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ മറ്റൊരു വശത്ത് ഓർഫണേജിലിരിക്കുന്ന സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച റോബി എന്ന പയ്യനെ കാണിക്കുന്നു. അവിടുത്തെ സിസ്റ്റർമാർക്കും അന്തേവാസികൾക്കുമൊപ്പം ഇരുന്ന് ന്യൂസ് കാണുന്ന റോബി അൻസർ അലിയുടെ മരണ വാർത്ത കണ്ടതും പെട്ടെന്ന് പാനിക്കായി. അവൻ വല്ലാതെ വെപ്രാളപ്പെടുകയും അവിടെ നിന്നും എഴുന്നേറ്റോടി തന്റെ റൂമിൽ ചെന്ന് കതകടച്ച് കുറ്റിയിട്ടിരുന്ന് കരയുവാനേയും തുടങ്ങി. ഇതെല്ലാം കാണുന്ന സിസ്റ്റർ ആണെങ്കിലോ ഉടനെ തന്നെ ജാൻസി വിവരം അറിയിക്കും. ഈ ജാൻസിയും സിസ്റ്ററും പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ ജാൻസിയെ വിളിച്ച് സിസ്റ്റർ ഈ ഒരു കാര്യം പറഞ്ഞതും. അങ്ങനെ അടുത്ത ദിവസം റോബിയെ കാണുവാൻ വേണ്ടിയിട്ട് ജാൻസി അവിടേക്ക് എത്തും. ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അതിൽ ആരെയോ കണ്ടിട്ടാണ് അവൻ പെട്ടെന്ന് പാനിക് ആയതെന്നും സിസ്റ്റർ പറഞ്ഞു. അതനുസരിച്ച് റോബിക്കടുത്തെത്തിയ ജാൻസി ചോദിക്കുന്നുണ്ട്, ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആരെ കണ്ടിട്ടാ നിനക്ക് ടെൻഷൻ വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ റോബി ഒരു കാര്യം പറയുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഇവർ തോട്ടത്തിലിരുന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമില്ലേ, അന്നേ ദിവസം റോബി മാറി നിൽക്കുന്ന സമയത്ത് ആരെയോ അവിടെ അവൻ കണ്ടിരുന്നു. ആ ആളിനെ തന്നെയാണ് ഞാൻ ആ TV-യിൽ കണ്ടത്. അതൊരു പ്രേതമാണ് എന്നൊക്കെയാണ് റോബി പറയുന്നതും. സത്യത്തിലെ റോബിക്ക് അമിതമായി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചത് കാരണം അവന് മാനസിക നിലയ്ക്ക് തെറ്റി അഡിക്ഷൻ സെന്ററിലുമൊക്കെയായിരുന്നു. അവനെ എങ്ങനെയൊക്കെയോ രക്ഷിച്ചാണ് ഇപ്പോൾ അവനെ കൊണ്ടുവന്നിരിക്കുന്നതും. റോബി അന്ന് ആ ഒരു രൂപത്തെയും കണ്ടതോടുകൂടി അവൻ വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങിയിരുന്നു. അല്ല, നീ എന്ന് ആരുടെ രൂപമാ കണ്ടത് എന്ന് പറഞ്ഞ് ജാൻസി തന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കും. ആദ്യം കാണിച്ചത് സുരേഷ് കുമാറിന്റെ ഫോട്ടോയായിരുന്നു. ഇയാളെയാണോ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതല്ല. അടുത്തത് അഞ്ജലിയുടെ ഫോട്ടോ കാണിക്കും. ഇവരെയാണോ കണ്ടത്? അല്ല, ഈ ചേച്ചിയല്ല ഞാൻ കണ്ടത്. പിന്നീട് അടുത്ത ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടതും
അവൻ വീണ്ടും അന്നെങ്ങനെയാണോ ടെൻഷനായത് അതുപോലെ തന്നെ അവൻ ടെൻഷനാകുന്നു. അതെ, ഇത് തന്നെയാ, ഇവരെ തന്നെയാ ഞാൻ കണ്ടതെന്നും അവൻ പറയുന്നു. ജാൻസിയും ഹരീഷുമല്ല അൻസറിലയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും സസ്പെൻഷന് പിൻവലിച്ചു. അവരെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ജാൻസി അങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുന്നു. പോകുന്നതിന് മുൻപ് അവൾക്ക് യാസ്മിനെയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ യാസ്മിനെയും കുഞ്ഞിനെയും കാണുവാൻ വേണ്ടിയിട്ട് യാസ്മിന്റെ വീട്ടിലേക്ക് എത്തി. കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ച് അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് പോകുവാനായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ യാസ്മിന്റെ കയ്യിൽ ജാൻസി ഒരു കമ്മൽ കൊടുക്കും. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. എന്തെന്നാൽ അൻസർ അലിയെ കൊന്നത് യഥാർത്ഥത്തിൽ സുരേഷ് കുമാർ അല്ലായിരുന്നു, യാസ്മിനാണ്. അതെങ്ങനെ ജാൻസി കണ്ടെത്തിയെന്നാൽ അൻസർ അലിയുടെ കൊലപാതകയെ അന്വേഷിച്ച് ഹരീഷും ജാൻസിയും നടന്നിരുന്ന സമയം അവർ രണ്ടുപേരും ഈ ചതുപ്പിന് പരിസരത്തൊക്കെ വന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നിരുന്നു. ആ ഒരു ചതുപ്പിന്റെ പരിസരത്ത് വെച്ച് ജാൻസിക്ക് ഒരു കമ്മൽ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ കമ്മലിനെ കുറിച്ച് ജാൻസിക്ക് ഒരു കാര്യം ഓർമ്മ വരും. ആദ്യമായിട്ട് യാസ്മിന്റെ വീട്ടിലെത്തി ഈ ഒരു അൻസറിലിയുടെ കേസ് അന്വേഷിക്കുവാനായിട്ട് പോയ സമയം തന്നെയായിരുന്നു അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് ജാൻസി എടുത്തു നോക്കിയതും. ആ ഫോട്ടോയിൽ യാസ്മിൻ ധരിച്ചിരുന്ന അതേ കമ്മൽ തന്നെയായിരുന്നു ഇപ്പോൾ ജാൻസിക്ക് ആ ഒരു പരിസരത്ത് നിന്ന് കിട്ടിയിരിക്കുന്നതും. അതോടുകൂടി ജാൻസിയുടെ സംശയങ്ങളൊക്കെ വർദ്ധിച്ചു. സത്യത്തിൽ യാസ്മിൻ എന്തിനാണ് അൻസറിനെ കൊന്നതെന്നാൽ അൻസറും അഞ്ജലിയും കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർ പ്രണയിച്ചിരുന്നുവെന്നും അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അൻസർ യാസ്മിനെ കല്യാണം കഴിച്ചതെന്നുമുള്ള കാര്യം യാസ്മിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഈ അൻസർ വീണ്ടും അഞ്ജലിയുമായിട്ട് റിലേഷനിലായ കാര്യവും യാസ്മിൻ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ ഫോണിൽ സംസാരിക്കുന്നതും അവൻ മെസ്സേജ് അയക്കുന്നതും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അഞ്ജലിയെ കാണുവാനായിട്ട് അൻസർ പോകുന്ന കാര്യമെല്ലാം യാസ്മിൻ അറിയാമായിരുന്നു. അന്നേ ദിവസം അൻസറിനെ ആണെങ്കിൽ അവന്റെ അച്ഛന്റെ കൂട്ടര് വന്ന് തല്ലിച്ചതച്ച് വീട്ടിൽ വിട്ട സമയമില്ലേ, അന്ന് അടിയും കൊണ്ട് അവശനായിട്ട് വീട്ടിലേക്ക് വന്ന അൻസറിനോട് തനിക്കൊരു കാര്യം സംസാരിക്കണമെന്നും യാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ അൻസർ ആണെങ്കിലോ അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. അൻസർ ആ സമയവും അവളുമായിട്ട് ഫോണിൽ സംസാരിച്ച് വെച്ചതായിരുന്നു. അവൻ ബാത്റൂമിലേക്ക് കയറിയ സമയം തന്നെയായിരുന്നു അൻസറിന്റെ ഫോണിലേക്ക് അഞ്ജലി വിളിക്കുന്നതും. അതോടുകൂടി യാസ്മിന് വീണ്ടും ദേഷ്യം ഇരട്ടിച്ചു. അൻസറിനെ കാണണമെന്ന് അഞ്ജലി വാശി പിടിച്ചത് കൊണ്ട് തന്നെ അഞ്ജലിയെ കാണുവാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം രാത്രി ഇവൻ പോകുവാൻ ഇറങ്ങുന്ന സമയം അത് മനസ്സിലാക്കി യാസ്മിൻ, നിങ്ങൾ വീണ്ടും അവളുമായിട്ട് ബന്ധം ആരംഭിച്ചുവല്ലേ എന്ന് ചോദിക്കും. അത് കേട്ടതും അൻസർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാ, നിങ്ങൾ എന്തിനാ എന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ അവൾ ചോദിക്കും. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അൻസർ പറയുന്നത്, എനിക്ക് ഈ ഒരു ബന്ധം മടുത്തു. പക്ഷേ അഞ്ജലി എനിക്ക് അങ്ങനെയല്ല, അവളെ എനിക്ക് മറക്കാനും പറ്റില്ല, എനിക്ക് അവളാണ് എൻ്റെ ജീവിതത്തിൽ വലുത് എന്നുള്ള രീതിയിലാണ് അൻസർ സംസാരിക്കുന്നതും. അഞ്ജലിയെ ഒരിക്കലും അവൻ ഉപേക്ഷിക്കുവാനോ മറക്കുവാനോ കഴിയില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അൻസർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അഞ്ജലിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് അവൻ പോകുന്നതെന്നുള്ള കാര്യം യാസ്മിന് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരിക്കലും അൻസർ തന്റെ അടുത്തേക്ക് വരില്ല എന്നുള്ള കാര്യവും യാസ്മിന് മനസ്സിലായിട്ടുണ്ട്. യാസ്മിൻ ജനൽ വഴി നോക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ച അൻസർ ആണെങ്കിലോ റബ്ബർ തോട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്നതാണ്. അവനെ ഫോളോ ചെയ്ത് യാസ്മിനും പോകുന്നുണ്ട്. അൻസറിനെ കാത്തവിടെ കാറിൽ അഞ്ജലി ഉണ്ടായിരുന്നു. അഞ്ജലിയോടൊപ്പം അവൻ കാറിൽ ഇരുന്ന് സംസാരിക്കുന്നതും അവളെ കെട്ടിപ്പിടിക്കുന്നതും അവളെ കിസ് ചെയ്യുന്നതുമെല്ലാം യാസ്മിൻ കാണുന്നുണ്ട്. അതവൾക്ക് സഹിച്ചില്ല. അപ്പോഴായിരുന്നു പോലീസ് ജീപ്പ് അവിടേക്ക് വന്നതും പോലീസിനെ കണ്ടതും അൻസർ അലി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതും. അൻസർ അലി നേരെ വന്ന് വീഴുന്നത് ആ ഒരു ചതുപ്പിലേക്കായിരുന്നു. ജാൻസിയും ഹരീഷും അവിടെ നിന്ന് പോയി എന്നുറപ്പിച്ച അൻസർ അലി ചതുപ്പിൽ നിന്നും പതിയെ കരയിലേക്ക് കയറി വന്ന സമയം അവനെ കാത്ത് കരയിൽ യാസ്മിൻ ഉണ്ടായിരുന്നു. എന്നാൽ യാസ്മിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കമ്പ് ഉപയോഗിച്ച് അൻസർ അലിയെ ആ ഒരു ചതുപ്പിലേക്ക് തന്നെ കുത്തി താഴ്ത്തി വെച്ച് അവനെ കൊന്നുകളയുന്നു. അതേ റബ്ബർ തോട്ടത്തിൽ തന്നെയായിരുന്നു അന്ന് റോബിയും അവന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നതും. അൻസർ അലിയെ കൊന്നിട്ട് കയറി പോകുന്ന യാസ്മിനെയാണ് അന്ന് റോബി കണ്ടതും അത് പ്രേതമാണെന്നും അവൻ കരുതിയത്. യാസ്മിനെ കമ്മല് മേൽപ്പിച്ച് ജാൻസി അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. സത്യത്തിൽ അൻസർ അലിയുടെ കൊലപാതകി യാസ്മിനാണ്. യാസ്മിൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. പക്ഷേ യാസ്മിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും ചെയ്തു പോകുന്ന കാര്യമല്ലേ അവൾ ചെയ്തത്. തന്റെ ഭർത്താവ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ സമയത്ത് ഏതൊരു ഭാര്യയും ചിന്തിച്ചു പോകുന്ന കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നതും. അവളുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റല്ല, പക്ഷേ നിയമത്തിന് മുന്നിൽ അത് തെറ്റാണ്. എന്നാലും ജാൻസി യാസ്മിനെ അങ്ങനെ വിട്ടുകൊടുക്കുവാനായിട്ടും തയ്യാറായില്ല. കാരണം ഈ സുരേഷ് കുമാർ ഏറ്റവും വലിയൊരു ക്രിമിനൽ ആയിരുന്നു. പോലീസുകാരിൽ തന്നെയുള്ള ഒരു വലിയ ക്രിമിനൽ. അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. 4 പേരെ ചുട്ടുകരിച്ച് കൊന്നതുമാണ്.
പക്ഷേ അത്രയും വലിയ തെറ്റൊന്നും യാസ്മിൻ ചെയ്തിട്ടില്ലല്ലോ. അൻസർ അലിയുടെ ആ ഒരു കൊലപാതക കേസിൽ സുരേഷ് കുമാറിനെ അവർ മനഃപൂർവ്വം കുടുക്കിയതാണ്. കാരണം അയാൾ ചെയ്ത കുറ്റങ്ങളൊന്നും ഇപ്പോഴല്ലേ തെളിഞ്ഞു വരുന്നതും. മാത്രവുമല്ല, നിസ്സഹായയായ യാസ്മിനെയും കുഞ്ഞിനെയും അവർ ജീവിക്കുവാനായും അനുവദിച്ചു. അതൊക്കെ കഴിഞ്ഞ് പഴയതുപോലെ സമാധാനത്തോടു കൂടി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ഹരീഷിനെയും ജാൻസിയെയും കാണിച്ചും കൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.